വടകരയിൽ CPM നടത്തുന്ന വ്യാജ നുണബോംബ് പ്രചരണം അവസാനിപ്പിക്കണമെന്ന് കെ രമ MLA പറഞ്ഞു. അല്ലെങ്കിൽ നിയമ നടപടികളുമായി മുമ്പോട്ട് പോകുമെന്നും കെ രമ പറഞ്ഞു. വളരെ ദൗർഭാഗ്യകരമായ സംഭവങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. CPMന്റെ നുണബോംബുകൾ ഏറ്റവും മാരകമായ വേർഷനിലേക്ക് കടന്നുകൊണ്ടിരിക്കുന്നതാണ് നമ്മൾ വടകരയിൽ കാണുന്നത്. വടകരയിൽ കഴിഞ്ഞ ദിവസം വിഷു ആഘോഷത്തിൻ്റെ ഭാഗമായി റിജു, എൻ്റെ PA ആയിരുന്ന റിജുവിൻ്റെ കയ്യിൽ നിന്ന് പടക്കം പൊട്ടിയപോയാണ് ഉണ്ടായത്. അതിൻ്റെ ഭാഗമായിട്ട് ചെറിയ പരിക്ക്, വിരലിന് ചെറിയ പരിക്ക് പറ്റി. അത് വടകര സഹകരണ ആശുപത്രിയിൽ പോയി ചികിത്സ തേടി അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് നടക്കുകയാണ്. പക്ഷേ അത് ബോംബ് നിർമ്മിക്കുമ്പോൾ ബോംബ് പൊട്ടി കൈപ്പത്തി അറ്റുപോയി എന്ന വ്യാജ വാർത്ത വ്യാപകമായി പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൽ CPMന്റെ സൈബർ ടീമുകൾ മത്സരമാണ് ഈ കാര്യത്തിൽ. അതിൽ എനിക്കെതിരെയും RMPക്കെതിരെയും ഒക്കെ കിട്ടിയ ഒരു കാര്യം വളരെ വ്യാപകമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ സത്യാവസ്ഥ ഈ പ്രദേശത്തുകാർക്കും നാട്ടുകാർക്കും വളരെ നന്നായിട്ട് അറിയാം. പക്ഷേ പുറത്തെ ആളുകൾക്ക് അത് എന്താണ് എന്നറിയില്ല. അതുകൊണ്ട് തന്നെയാണ് അതിന് ക്ലാരിഫിക്കേഷൻ ഇന്നലെ തന്നെ റിജു ലൈവിൽ വന്ന് കാര്യങ്ങൾ സംസാരിച്ചിരുന്നു. പക്ഷേ ഇത് CPM അവസാനിപ്പിക്കണം. ഇങ്ങനെ വ്യാജ വാർത്ത പറഞ്ഞ് ആളുകളെ തെറ്റിദ്ധരിപ്പിച്ച് പോകാമെന്നുള്ള രീതി, ഈ വൃത്തികെട്ട രാഷ്ട്രീയം അവസാനിപ്പിക്കാതെ ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. അത് അടിയന്തരമായി അവസാനിപ്പിക്കാൻ തയ്യാറാവണം. ഇല്ലെങ്കിൽ അതിൻ്റെ നിയമ നടപടികളുമായിട്ട് പോകും എന്നുള്ളത് തന്നെയാണ് ഇന്നലെയും റിജു വ്യക്തമായിരിക്കുന്നത്. ആ കാര്യങ്ങൾ തന്നെയാണ് ഇപ്പോഴും പറയാനുള്ളത്. മെയ് 4 റിസൾട്ടൊക്കെ എന്തായിരിക്കുമെന്ന് വളരെ നന്നായിട്ട് കേരളത്തിലെ ജനതകൾക്ക് എല്ലാവർക്കും അറിയാം. മെയ് 4 വടകരയിൽ മാത്രമല്ല കേരളത്തിൽ തന്നെ ഏറ്റവും വലിയ ഒരു വിജയം ഉണ്ടാകാൻ വേണ്ടി പോവുകയാണ്. CPM എന്ന പാർട്ടിയുടെ വലിയ പരാജയമായിരിക്കും മെയ് 4 സംഭവിക്കാൻ പോകുന്നത്. അത് കേരളത്തിൽ വലിയൊരു ഭരണമാറ്റം, ഏറ്റവും നല്ല രീതിയിലൊരു ഭരണമാറ്റത്തിന് തുടക്കം കുറിക്കുകയാണ് മെയ് 4. അപ്പം അത്തരം വാർത്തകളൊക്കെ അതിലേക്ക് കൊണ്ടുവരാൻ, വ്യാപകമായി അക്രമം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ബോധപൂർവമായ ശ്രമമാണ് ഇത് എന്ന് കാണേണ്ടിയിരിക്കുകയാണ്. അപ്പം മെയ് 4 മുൻകൂട്ടി കണ്ട്, പരാജയം മുൻകൂട്ടി കണ്ട്, ഇതാണ് ചെയ്യാൻ പോകുന്നത് എന്ന ഒരു വാർത്ത വ്യാജമായി നിർമ്മിച്ച് പുറത്തേക്ക് കൊടുക്കുക എന്നുള്ളൊരു തന്ത്രം CPM സ്വീകരിക്കുന്നു എന്നുള്ളതാണ് നമുക്കിതിൽ നിന്ന് മനസ്സിലാവുന്നത്. മെയ് 4 നമുക്കൊരു ഭയവുമില്ല. വളരെ നന്നായ പ്രവർത്തനമാണ് ഇവിടെയുമൊക്കെ നടത്തിയത്. നല്ല റിസൾട്ടാണ് വടകരയിലും കേരളത്തിലും ഉണ്ടാകാൻ വേണ്ടി പോകുന്നത്.